അപ്പോൾ ഇന്നലെ സിജുവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ചേട്ടായി വിളിച്ച് പറയുന്നത്, എടീ ഇതേണ്ടടി ഇവിടെ 3-4 ചക്ക പഴുത്ത് കിടക്കുകയെന്ന്. അപ്പോൾ ഞാൻ സിജുവിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയായിരുന്നു അവർക്ക് ചക്ക അത്യാവശ്യം വന്നപ്പം കിലോയ്ക്ക് 60 രൂപ കൊടുത്താൽ വാങ്ങിച്ചതെന്ന്. എന്തായാലും ഞാനും ചേട്ടായും കൂടെ ഞാൻ തിരിച്ചു വന്നു. ദിവസം ഞങ്ങൾ ചക്കയിടാൻ പോവുകയാണ്. അപ്പോൾ പറമ്പിലൊക്കെ കയറി പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ പോകുന്നത് ചക്കയിടാനല്ല, ഇവിടെ ഒരു തേനീച്ചക്കൂട് ഇരിപ്പുണ്ടെന്ന് ചേട്ടായി പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നാൽ അതിനെ ഒന്ന് പോയി കണ്ടിട്ട് വന്നേക്കാം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണേ. ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു തേനീച്ചക്കൂട് ഇരിപ്പുണ്ട്. നമ്മളിവരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് ഇവരെ പിടിച്ച് പെട്ടിയിലാക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് അന്നേരം കാണിക്കാം കേട്ടോ. ഇന്നലെ സമയം കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല ഇന്ന് വേറൊരു യാത്രയുള്ളതുകൊണ്ട് ഇന്നലെ ഈച്ചയുടെ കുത്തൊക്കെ കൊള്ളാൻ നിന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനെ നമുക്ക് പിടിച്ച് പെട്ടിക്കകത്താക്കി വളർത്തി അതിൻ്റെ തേനെടുക്കണം. അതൊക്കെ ഞാൻ കാണിക്കാം, അടുത്ത ദിവസം കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ചേട്ടയും കൂടെ താഴേക്ക് ചക്കയിടാൻ പോവുകയാണ്. അവിടെ പ്ലാവിലൊക്കെ ഒരുപാട് ചക്ക കിടപ്പുണ്ട് കേട്ടോ. അത് വിളഞ്ഞിട്ടില്ല, വിളഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. ഈ വർഷം നമുക്ക് നേരത്തെയാണ് കേട്ടോ ചക്ക. കഴിഞ്ഞ വർഷമൊക്കെ അല്ലെങ്കിൽ എല്ലാ വർഷം എനിക്ക് തോന്നുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ആയിരിക്കാം അല്ലേ. എല്ലാ വർഷവും സാധാരണ നല്ല മഴക്കാലത്താണ് ഈ ചക്കയെല്ലാം പഴുക്കുന്നത്. പഴുത്ത് ആ മഴയത്ത് വീണ് ചീഞ്ഞ് കിടന്ന് പോവുകയുള്ളൂ. കാരണം നമുക്കത് ആ സമയത്തത് എടുത്ത് ഉപയോഗിക്കാൻ അതുപോലെ മഴയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. നമുക്കന്നേരം അതിന് ഒന്നും അതങ്ങനെയാണ്, ഹൈ റേഞ്ചിൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ചക്ക ഇങ്ങനെ വീണ് പഴുത്തു പോകും. എന്തായാലും പഴഞ്ചക്ക ഉണ്ടായിരുന്നതെല്ലാം ചേട്ടായി ഇട്ടു. പിന്നെ നമുക്കിത് ചുമന്ന് വീട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കുറച്ച് കയറ്റമാണ്, കയറ്റം കയറി വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മടുത്തിട്ട് ഞാൻ പകുതി വഴിക്ക് വന്നിട്ട് മടുത്തിട്ട് അവിടെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടായി പോയി കൊണ്ടുപോയ ചക്ക കൊണ്ടിട്ട് തിരിച്ച് വന്നു. അപ്പോൾ അതും എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എടുത്ത് ഈ താഴെ നിന്നുള്ള ഒരു കയറ്റം ഭയങ്കര പാടാണേ. ചുമന്നുകൊണ്ട് വരുമ്പോൾ നമ്മൾ വരുന്നുണ്ട്. എന്നാൽ ഇനി നമുക്ക് ചക്ക വെട്ടാൻ. ഇത്രയും ചക്കയും പഴമാണ്. ഞാൻ ഓർത്തോരണം എല്ലാം പഴമായിരുന്നു. അപ്പോൾ എല്ലാം പഴമാണോ? അപ്പോൾ നമുക്കിനി ഇരുന്ന് ചക്ക പഴഞ്ചക്ക പറിച്ചപ്പോഴേ അപ്പോൾ ഞങ്ങൾ അണ്ണാനുള്ളത് നമ്മളവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതാണ് പറിച്ചുകൊണ്ട് വന്നത്. അവർക്കും വേനലൊക്കെ അല്ലേ എന്തായാലും വേണ്ടേ. ഇപ്പോൾ ഇത് വേനലായതുകൊണ്ടാണ് നമ്മൾ മെനക്കെട്ട് പോയി പറിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവിടെ കിടന്ന് പഴുത്ത് ചീഞ്ഞ് പോകത്തേ ഉള്ളൂ. എന്തായാലും നമ്മൾ ചക്ക മുറിക്കാൻ പോവുകയാണേ. ഇച്ചിരി അണ്ണാൻ കടിച്ചിട്ടുണ്ട്. ചക്കപ്പഴം നമ്മൾ ഇതുവരെ കഴിച്ചില്ല. ഇത് ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ട്, ഇച്ചിരി നന്നായിട്ട് പഴുത്തു. എന്തായാലും നമുക്ക് നമ്മളുടെ ഒരു കലാപരിപാടി എന്ന് പറയുന്നത് ആദ്യം മുറിക്കുമ്പോൾ തന്നെ എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് അത് എന്തെന്ന് പറഞ്ഞാലും പഴമാണെങ്കിലും പച്ചയാണെങ്കിലും നമ്മളെടുത്ത് കഴിച്ച് നോക്കിയിട്ട് മാത്രമേ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പറയുന്നത്. നല്ല മധുരമുള്ള ചക്കയാണെന്ന് പറയുന്നു. അതെ, നല്ലപോലെ പഴുത്ത് പോയതുകൊണ്ട് അടുത്തെടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൊന്നപ്പം വന്ന് നിൽക്കുന്നു. അപ്പോൾ അവനൊരു ചക്കച്ചുള കൊടുത്തു, അവനത് കഴിക്കുക. അപ്പം അവന് പാത്രമില്ലാത്തത് കൊണ്ട് ചേട്ടായി ഒരു കുഞ്ഞു പാത്രമൊക്കെ ആക്കി അതിനകത്ത് കൊടുത്തു. ഒത്തിരി ഒന്നും തിന്നില്ല, ഒരു ചുമ്മാ ഒന്ന് നക്കി നോക്കി ഇതൊക്കെയേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയെങ്കിലും ശല്യം ചെയ്യുക എന്നുള്ളത് അവൻ്റെ ഒരു സ്ഥിരം ഹോബിയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ചേട്ടായി എടുത്ത് പോയി കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നതാണ് ആ കാണുന്നത്. ഒരു രക്ഷയില്ല. കടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ എങ്ങനെ ഇങ്ങനെ കടിക്കാൻ പറ്റുന്നെന്നാണ് ഓർക്കുന്നത്. അങ്ങനത്തെ കടിയനാവൻ. എന്നാലും ഒരു സമയം പോക്കുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അവനുമായിട്ടുള്ള ആ ഒരു ഇതൊക്കെ. അപ്പോൾ അതേ നമ്മളുടെ ചക്ക വെട്ടിയെടുത്തു. അത് ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. പിന്നെ അത് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് വരട്ടിയെടുക്കാൻ പോവാം. അതെയോ? കൊടുക്കാനൊന്നും അല്ല, ഇത് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ചേ വരട്ടി വെക്കുന്നതേ ഉള്ളൂ. ഒരുപാട് എടുത്തില്ല. ഒരു ചക്ക മിച്ചം ഇരിപ്പുണ്ട്, ബാക്കി കുറച്ചെടുത്തു. വരട്ടുക നന്നായിട്ട് വരട്ടിയെടുക്കാം. ശർക്കരയും കൂടെ ചേർത്തതേ നന്നായിട്ട് വരട്ടി. വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ശർക്കരയും ഇതും മാത്രമേ, ചക്കപ്പഴവും മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു വലിയ മൂഡില്ലായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ. ചെയ്യാനായിട്ട് വലിയ കാര്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം പോലെയൊക്കെയായിരുന്നു. ഈ തൈറോയിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എൻ്റെ ക്ഷീണം ഇങ്ങനെ മാറിയും മറിഞ്ഞ് നിൽക്കും. വല്ലാത്ത ചില സമയത്ത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ദേഷ്യവും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാകും എനിക്ക് ചില സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എല്ലാവരും പൊതുവേ പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട്, പെട്ടെന്ന് മാറ്റം വരുന്നത് കൊണ്ട്
തൈറോയിഡിൻ്റെ ആണെന്ന് എല്ലാവരും തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ എന്നോട് പറയാറുണ്ട്. അതുപോലെ അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെയും പറയാറുണ്ട്. എന്തായാലും അത് പോട്ടെ. നമ്മുടെ ചക്ക ഹൽവ എന്ന് വേണേൽ പറയാൻ, വിളയിച്ചതെന്ന് പറയണോ എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്തായാലും ചക്ക ഈ നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഓക്കെ.